വേതന വർധന ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ഗുജറാത്ത് സർക്കാർ. വനിതകളടക്കം 2200 ആരോഗ്യ പ്രവർത്തകരെയാണ് എസ്മ നിയമപ്രകാരം BJP സർക്കാർ പിരിച്ചുവിട്ടത്. 5000-ലധികം ആരോഗ്യ പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ 8 ജില്ലകളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഉപകേന്ദ്രങ്ങളെയും കരാർ ജീവനക്കാരെയും സ്ഥിരം ജീവനക്കാരെയുമാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട മാർച്ച് 12 മുതൽ ആരോഗ്യ പ്രവർത്തകർ സമരത്തിലായിരുന്നു. സമരം അടിച്ചമർത്തലിന്റെ ഭാഗമായി BJP സർക്കാർ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ എസ്മ പ്രഖ്യാപിക്കുകയായിരുന്നു. വനിതകളടക്കം 2200 ആരോഗ്യ പ്രവർത്തകരെയാണ് പിരിച്ചുവിട്ടത്. സബർകാന്ത ജില്ലയിൽ മാത്രം 406 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടു. 55 സൂപ്പർവൈസർ കേഡർ ജീവനക്കാർക്കെതിരെ കുറ്റപത്രം നൽകിയെന്നും ജില്ലാ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ രാജ് സുധാരിയ അറിയിച്ചു. ഗ്രേഡ് പേ പരിഷ്കരിക്കുക, ടെക്നിക്കൽ കേഡറിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുജറാത്തിൽ ആരോഗ്യ പ്രവർത്തകർ വർഷങ്ങളായി സമരമുഖത്താണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിഷയം പഠിക്കാൻ മന്ത്രിതല സമിതിയെ നിയമിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ സമിതിയുടെ റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടില്ല. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമടക്കമുള്ള സാഹചര്യത്തിലായിരുന്നു 25% വേതന വർധന ആവശ്യപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. സമരത്തിൽ പങ്കെടുത്ത 5000-ലധികം ജീവനക്കാർക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടൽ നടപടി ഇനിയും തുടരുമെന്നാണ് റിപ്പോർട്ട്. കൈരളി ന്യൂസ്, ദില്ലി.